വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ പാലക്കാടൻ കോയമ്പത്തൂർ സ്റ്റൈൽ റാവുത്തർ സ്റ്റൈൽ ബിരിയാണിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല ബിരിയാണി റെസിപ്പികളും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. പാലക്കാടൻ കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അരി എന്ന് പറയുന്നത് ജീരകശാല റൈസാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 3 കപ്പ് എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റെഗുലർ ബസ്മതി ബിരിയാണി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റെഗുലർ റൈസ് ആവുമ്പോൾ വളരെ നീളത്തിലുള്ള റൈസല്ല, നമുക്കൊരു ജീരകശാല റൈസിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിലുള്ള റൈസാണ്. അത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാനായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതിൻ്റെ ഇരട്ടി 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 4 കറുവപ്പട്ടയുടെ കഷ്ണം, 4 ഗ്രാമ്പു, 4 ഏലക്ക, 3 പച്ചമുളക് ഇവയൊക്കെ കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് 2 വലിയ സബോള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. 3 കപ്പ് അരിക്ക് ഈ സബോള തന്നെ ധാരാളമാണ്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മസാല കൂടുതലായി പോകും. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, 4 പച്ചമുളക് അരിഞ്ഞതും, ഒരു 5 ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. സാധാരണ ബിരിയാണിയിൽ ചെറിയുള്ളി ചേർക്കില്ല, പക്ഷേ ഈ കോയമ്പത്തൂർ പാലക്കാടൻ ബിരിയാണിയിൽ വെളുത്തുള്ളി നിർബന്ധമായിട്ടും ചേർക്കണം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുതിനയിലയും മല്ലിയിലയുമാണ്. ഞാനിവിടെ മല്ലിയിലയ്ക്ക് പകരം ആഫ്രിക്കൻ മല്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ വളർത്തുന്നുണ്ട് അത് ഉപയോഗിച്ചിരിക്കുന്ന സാധാ മല്ലിയില എനിക്ക് വളർത്താൻ പറ്റുന്നില്ല, കൃഷി ചെയ്തിട്ട് കറക്റ്റായി വരുന്നില്ല. അതുകൊണ്ട് ആഫ്രിക്കൻ മല്ലിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടും ഓരോ പിടി വീതമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഇലകളാണ്, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം. ഇതുവരെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വലിഞ്ഞു ചേരുന്നത് വഴറ്റിയെടുക്കണം. നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാനാണ് സ്പീഡിൽ കാണിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 900 ഗ്രാം, അതായത് ഓൾമോസ്റ്റ് 1 kg ചിക്കൻ ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ട് മസാല ഇതിൽ കോട്ട് ചെയ്യുന്നവരെ മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് നേരം അടച്ചു വെക്കണം. 2 മിനിറ്റിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് തൈരും അതേപോലെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഈ സമയത്ത് തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതേപോലെ 1/4 കപ്പ് വെള്ളം ചേർക്കുന്നത് ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇനി അരി ഇതിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതൊരു 15 മിനിറ്റ് നേരം ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം 5 മിനിറ്റ് നേരം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നല്ലോണം ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ 15 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അരി വേവാനായിട്ട് അളന്ന് വെച്ച് 6 കപ്പ് വെള്ളം ചേർത്തിരിക്കുകയാണ്. 3 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാം. ഇനി അരിയിലേക്കുള്ള ഉപ്പാണ്. ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ നമ്മളുടെ ചട്ടിയിലേക്ക് ചേർക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരി ഉണ്ടല്ലോ, അത് ഊറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു പോയി ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മളത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് അടിയെ പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല. അപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ അരി വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ അരി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, 90% വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ദമ്മിടാണ്. അപ്പോൾ അതിന് ദോശക്കല്ല് നമ്മൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കുക. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളുടെ ബിരിയാണി ചട്ടി അതിൽ വെക്കുകയാണ്. അതിലേക്ക് ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയും കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് നേരം ദമ്മിട്ടിട്ട് വെക്കുകയാണ്. ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഹോള്, നമ്മുടെ ലിഡിൻ്റെ പുറത്തുള്ള ഹോള് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. 15 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ കറക്റ്റായിട്ട് പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അടിഭാഗം നമ്മളെടുത്ത് നോക്കുമ്പോൾ അടി പിടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ റൈസ് വല്ലാണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് വേവിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, കൂടുതൽ പണികളുമില്ല. സബോള വറുത്തിടുക, കാഷ്യൂ നട്ട്സ്, റീസിൻസ് ഒക്കെ വറുത്തിടുക, ഇതൊന്നുമില്ല. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്, കാരണം ചിക്കൻ്റെ ഒപ്പം വേവുന്നതുകൊണ്ട് നല്ല സ്റ്റോക്കൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റിലാണ് വരുന്നത്. ഇത് സലാഡും അച്ചാറും പപ്പടമൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളി ഒരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.